ആദിച്ചല്ലൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് 16 ഈ വാർഡിലെ കുടുംബശ്രീ ADS കമ്മിറ്റി ചേർന്നാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ ബുദ്ധിശക്തിയും ചിന്താശേഷിയും ശാരീരിക ശക്തിയും ആകെ കവർന്നെടുക്കുന്ന തരത്തിലേക്ക് രാസലഹരികൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി നമ്മൾ പുതിയൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ സ്കൂൾ കുട്ടികളിലടക്കം ഈ രാസലഹരികൾ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലും നാട്ടിലും ആകെ തന്നെ പ്രശ്നങ്ങൾ വഴക്കുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള രാസലഹരികൾ ഉപയോഗിക്കുമ്പോൾ അവർ സമൂഹത്തിന് മാത്രമല്ല നാടിന് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയായി പോകുന്ന ഒരു രീതിയിലേക്ക് വരികയാണ്. കുട്ടികൾ വായനാശീലം വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ചാത്തന്നൂർ സബ് ജില്ലയിലെ HS വിഭാഗക്കാർക്ക്, UP വിഭാഗക്കാർക്ക്, HSS വിഭാഗക്കാർക്ക് 3 സെഷനിലായി തിരിച്ചുകൊണ്ട് 4 പുസ്തകങ്ങൾ വീതം കൊടുത്തുകൊണ്ട് അവരത് വായിക്കുകയും ആ 4 പുസ്തകങ്ങളിൽ നിന്നും 25 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിൽ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. വായനയാണ് എൻ്റെ ലഹരി എന്ന ഒരു ആപ്തവാക്യം അവർ ഈ നാടിന് സമർപ്പിക്കേണ്ട കാലഘട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കുട്ടികളുടെ ലഹരി എന്ന് പറയുന്നത് വായനയാക്കി മാറ്റുക, വായനയിലൂടെ ലഹരി കണ്ടെത്തുക എന്നുള്ള പുതുതലമുറയെ പരിചയപ്പെടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് സ്വായത്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യുന്നത്. നമ്മുടെ ഇടയിൽ ഈ ലഹരി കടന്നു വരാൻ സാധ്യതയുള്ള മേഖലകളെ സംബന്ധിച്ച് ഇടങ്ങൾ, അതിനെ സംബന്ധിച്ചുള്ള അറിവുകൾ, ഇതെല്ലാം വളരെ വിദഗ്ധമായി നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. 2012 എനിക്കൊരു അത്ഭുതം തോന്നിയത്. MLA ആയിട്ട് ഇങ്ങനെ മണ്ഡലത്തെ ചുറ്റുന്ന സമയത്ത് ഒരു കുളത്തിൻ്റെ കരയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഇരുന്ന് പരസ്യമായിട്ട് മദ്യപിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ ഇതൊരു സാർവത്രികമായിട്ട് പലയിടത്തും കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥികളാണെന്ന് കണ്ടാലറിയാം. അപ്പം ഞാൻ ഉടനെ എൻ്റെ ഫോൺ എടുത്തിട്ട് ആ പ്രദേശത്തൊരു പൊതുപ്രവർത്തനം വിളിച്ചിട്ട് അവിടെ ഇന്നടുത്ത് ഇന്നണക്കിരുന്ന് കുറച്ച് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അത് ഇപ്പോഴാണ് ആ പൊതുപ്രവർത്തകനോട് പറഞ്ഞത്, സാറേ അത് നമുക്കൊന്നും ചെയ്യാക്കൂല. നമ്മൾ അഥവാ ഇത് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ആ കുട്ടിയുടെ രക്ഷകർത്താക്കളെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞാൽ നമ്മൾ കുറ്റക്കാരാവും. ആ രക്ഷിതാവ് വസ്തുതാപരമായി സമീപിച്ചാൽ ചിലപ്പോൾ നന്നാവും. ചെന്ന് പറയുന്നവനെ രണ്ട് ചീത്തയും വിളിച്ചു വിട്ടാൽ പിന്നെ ആരെങ്കിലും പറയാൻ ചെല്ലുമോ? പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ, നാട്ടുകാർ, ജനം, പൊതുസമൂഹം, അവരുടെ ദാനമല്ലേ പള്ളിക്കൂടം? അല്ലേ? സർക്കാർ എന്ന് പറയുന്നത് നാടിൻ്റെ അല്ലേ സർക്കാർ എന്ന് പറയുന്നത്? അല്ലേ? പഠിപ്പിക്കണ്ടേ ഇതൊക്കെ നമ്മൾ? അപ്പോൾ ആ നാടിൻ്റെ സംരക്ഷണം നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ കുട്ടികളെ സാമൂഹികമായി വളർത്തിയെടുക്കണം. നമ്മുടെ കുട്ടികൾ ഈ കൊച്ചു കാലത്ത് തന്നെ പുസ്തക വായനയും അതോടൊപ്പം തന്നെ അവർക്കിഷ്ടപ്പെടുന്ന പാട്ടുകൾ, അവർക്കിഷ്ടപ്പെടുന്ന കായിക താല്പര്യങ്ങളെയൊക്കെ വളർത്തുന്നതിനാവശ്യമായ ഒരു കരുതൽ നമ്മുടെ മാതാപിതാക്കൾ എടുക്കണം. കാരണം നമ്മളെപ്പോഴും അവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, പഠിക്കുക എന്നാണ്. അത് അവർക്ക് നമ്മൾ പറയുന്നത് ഇഷ്ടവും അല്ല. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്ക് കൂടി നമ്മളൊപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിപത്തുകൾക്കെതിരെ പ്രതികരിക്കുവാനും പോരാടുവാനും ഉള്ളൊരു ശേഷിയും അത്തരം വലകളിൽ വീണു പോകാതിരിക്കാനുള്ള ഒരു കരുതലും നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. വായന എന്ന് പറയുന്നത് ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വായനയിലേക്ക് തിരിച്ച് നമ്മുടെ കുട്ടികളെ കൊണ്ടുവന്നുകൊണ്ട് നല്ലൊരു സമൂഹത്തിലെ പ്രതിബദ്ധതയുള്ള സാമൂഹ്യ ജീവികളായി നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റാൻ രക്ഷകർത്താക്കളും സമൂഹവും നമ്മളെല്ലാവരും ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. വായന ഒരു ലഹരിയാക്കി മാറ്റിക്കൊണ്ട് നമ്മൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള വിപത്തുകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി നമ്മൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്താണ് വായനയോട് ലഭിക്കുന്ന അനുഭൂതി എന്താണ്, ലഹരി എന്താണ്, അത് ആസ്വദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആദ്യത്തെ ചോദ്യം, ഒരു പുസ്തകം, ഒരു പേന, ഒരു കുട്ടി, ഒരു അധ്യാപകൻ, ഇവർക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കുവാൻ കഴിയും. ഇതാണ് വാക്യം. നോബൽ സമ്മാന ജേതാവും ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുടെയും വാക്കുകളാണിവ. ആരായിരുന്നു ആ പെൺകുട്ടി? ഒരിക്കൽ കൂടെ വായിക്കട്ടെ. ഒരു പുസ്തകം, ഒരു പേന, ഒരു കുട്ടി, ഒരു അധ്യാപകൻ.
ഇവർക്ക് ഈ ലോകത്തെ മാറ്റിമറിക്കാനാകും. ഇത് പറഞ്ഞ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി, ഐക്യരാഷ്ട്രസഭയിൽ സംസാരിച്ച കുട്ടി, എഴുതി പേന താത്തു വയ്ക്കുക, എണ്ണീറ്റ് നിൽക്കുക. ഇനി പേന എടുക്കരുത് കേട്ടോ.